ഇവര് രണ്ടുപേരും ബൈക്കിൽ പോകുന്ന കണ്ടിട്ടാ ഞാൻ പിന്നാലെ പോയത്. ചെന്ന് നിന്നത് പിള്ളേര് വെള്ളം അടിക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബാറില്ലേ, അവിടെ. പബ്ബോ? ആ, പബ്ബോ എന്തോ ഒരു കുന്തം. അതിനകത്താണെങ്കിൽ സാരി ഉടുത്തെന്ന് പറഞ്ഞോണ്ട് എന്നെ കേറ്റിയതുമില്ല. അമ്മയും മോനും എന്താ ഒന്നും മിണ്ടാത്ത? എന്തൊക്കെ മോളെ ഈ ഗിരിജ പറയുന്നത്? നീ എന്തിനാ പബ്ബി പോയത്? അത് പിന്നെ അച്ഛാ, അത് സ്കൂളിലേക്കുള്ള ഒരു പെൻഡ്രൈവ് അവിടെ വെച്ച് തരാന്ന് ഒരാൾ പറഞ്ഞിരുന്നു. അത് വാങ്ങാനാ ഞാനും ദുർഗയും പോയത്. ആ, ഇതൊക്കെ കള്ളാ നാത്തുനെ. ഈ സാധനത്തിന് വേണ്ടി അവിടെ അടി ബഹളം ഒക്കെ ആയിരുന്നു. എന്താ പെൻഡ്രൈവ്? ദുർഗ ഇവനും കൂടി ഈ സാധനത്തെ കുറിച്ച് രഹസ്യമായി സംസാരിച്ച നിന്നെടുത്തെന്നാ ഞാൻ ഇത് പിടിച്ചു വാങ്ങിയത്. എന്താടി ഇത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇതിലെന്താണെന്ന്? അത് അമ്മ അതിങ്ങതാ, അതിലെന്താണെന്ന് നമുക്കിപ്പൊ തന്നെ നോക്കാലോ. അഞ്ജു, നീ പോയ ലാപ്പ് എടുത്തു. ഞാനിപ്പോ എടുത്തിട്ട് വരാം. കുറച്ച് നാളായിട്ട് ഞാൻ അവളെ ശ്രദ്ധിക്കുക. ഇവൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, ഉറപ്പാ. ഓ, നീ ഒന്ന് അടങ്ങ് ഗിരിജേ. അതിലെന്താണെന്ന് നോക്കുമ്പോ അറിയാലോ. അതറിഞ്ഞിട്ട് പോരെ കുറ്റപ്പെടുത്തല്. ഇതാണോ അമ്മ പറഞ്ഞ സാധനം? ഒന്നുമില്ല. എന്താ അതിലൊന്നുമില്ലേ? ഇത് സ്കൂളിലെ ആവശ്യത്തിന് പ്രിന്റ് എടുക്കാൻ തന്ന ചിത്രങ്ങളാ. അതെ, ഇത് വാങ്ങാനാ ഞങ്ങൾ പോയത്. എന്താ ഗിരിജേ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഇനി അപ്പച്ചിയുടെ വാ തുറക്കില്ല മുത്തശ്ശി. ദുർഗേച്ചിയെ കൊടുക്കാനുള്ള പ്ലാനൊക്കെ ചീറ്റി പോയില്ലേ? ഇതിലെന്തോ കള്ളമുണ്ട്, എനിക്കത് ഉറപ്പാ. ഗിരിജേ, നിർത്തിക്കോ, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും.